കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. ഹോട്ട്സ്പോട്ടുകളായ കാനകളുടെ ശുചീകരണം ഉറപ്പുവരുത്തണമെന്ന ഹൈക്കോടതി ജില്ലാ കളക്ടർ ഉൾപ്പെട്ട വിദഗ്ധ സമിതിക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. കോടതിയുടെ ഇടപെടലില്ലാതെ സംവിധാനം കൃത്യമായി പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം. നഗരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ജനങ്ങളുടെ സഹായം കൂടി വേണമെന്നും കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചിരികൾ. രേഷ്മ, ഒരു വിഷയത്തിൽ കോടതി എന്തൊക്കെ നിലപാടാണ് വ്യക്തമാക്കിയത്? കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ചില നിർദ്ദേശങ്ങൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. നേരത്തെ ജില്ലാ കളക്ടറോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ എന്ന റിപ്പോർട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മുൻപാകെ സമർപ്പിക്കുകയും ചെയ്തു. ഈ വെള്ളക്കെട്ടിന് കാരണമായിട്ടുള്ള കേന്ദ്രങ്ങളായ കാനകൾ ശുചീകരിച്ചെന്ന് ഉറപ്പുവരുത്തണം. അത് ജില്ലാ കളക്ടർ ഉൾപ്പെട്ട വിദഗ്ധ സമിതി ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല, മുല്ലശ്ശേരി കനാലിലെ ജലത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാനുള്ള സംവിധാനങ്ങൾ അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം. ജില്ലാ കളക്ടറും കോർപ്പറേഷൻ സെക്രട്ടറി അമിക്കസ് ക്യൂറിയും കൃത്യമായിട്ട് നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചതായിട്ടും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിനന്ദന സ്വരത്തിൽ പറയുകയും ചെയ്തു. കോടതിയുടെ ഇടപെടലില്ലാതെ തന്നെ എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് വെള്ളക്കെട്ടിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണമെന്നും ഹൈക്കോടതി നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. നിലവിൽ കൊച്ചിയിലെമ്പാടും മഴ പെയ്താൽ സ്ഥിരമായിട്ട് വെള്ളം കയറുന്ന 15ഓളം കേന്ദ്രങ്ങളുണ്ട്, അല്ലെങ്കിൽ 15ഓളം സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ പ്രശ്നങ്ങൾ എത്രയും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാകേണ്ടത്. നഗരത്തിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഇതിനു വേണ്ടിയിട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നും സഹകരണവും സഹായവും കൂടി വേണമെന്നും ഹൈക്കോടതി വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ ആഴ്ച ഈ ഹർജി പരിഗണിച്ച വേളയിൽ ഈ തിരുവനന്തപുരത്തിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം കൊച്ചിയിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം നടപ്പിലാക്കിക്കൊണ്ട് അത് ഏത് വിധത്തിൽ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടായിരുന്നു ജില്ലാ കളക്ടർക്കടക്കം ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. എന്തായാലും ശുചീകരണ പ്രവർത്തനങ്ങളും കാനകളിലെ മാലിന്യങ്ങൾ നീക്കാനുള്ള നടപടിയും അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശരി, രേഷ്മയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.